ഏറ്റവും തിരക്കേറിയ ഒരു നഗരമധ്യത്തിൽ സർവ്വവിധ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഘടിപ്പിച്ച ഒരു വൻകിട സ്ഥാപനം. കോൺക്രീറ്റ് ചുമരുകളും സ്ട്രോങ് റൂമുകളും ക്യാമറകളും സുരക്ഷാ ജീവനക്കാരും ഒരുപോലെ കാവൽ നിൽക്കുന്ന ഒരു സുരക്ഷിത കോട്ട. എന്നാൽ ആ കോട്ടയെ പോലും തകർത്ത് ഒറ്റ രാത്രി കൊണ്ട് കോടികളുടെ സമ്പത്ത് ഒരാൾ തട്ടിയെടുത്താൽ എന്തായിരിക്കും സ്ഥിതി? മുന്നിൽ സാക്ഷികളൊന്നുമില്ല, CCTVകളിൽ തെളിവുകളുമില്ല, മൊബൈൽ ഫോൺ ടവറുകളിൽ സിഗ്നലുകളോ ഡിജിറ്റൽ അടയാളങ്ങളോ പോലുമില്ല. എന്തിനേറെ പറയുന്നു, ഒരു വിരലടയാളം പോലും അവശേഷിപ്പിക്കാതെ പോയ ഒരു ബുദ്ധിമാനായ കള്ളൻ. പോലീസിനെയും സുരക്ഷാ ഏജൻസികളെയും ഒരേപോലെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്ന ആ വൻകൊള്ള ഒടുവിൽ ചെന്നെത്തിയത് ആരും പ്രതീക്ഷിക്കാത്ത, കേട്ടാൽ അവിശ്വസനീയമെന്ന് തോന്നുന്ന ചില നിർണായക കണ്ടെത്തലുകളിലേക്കാണ്. സാങ്കേതിക വിദ്യകളും പത്രവാർത്തകളും കൃത്യമായി നിരീക്ഷിച്ച് മാസങ്ങൾ നീണ്ട കൃത്യമായ ആസൂത്രണത്തിലൂടെ തമിഴ്നാട്ടിനെ പോലും നടുക്കിയ ആ ഒരു പ്രശസ്തമായ ജ്വല്ലറി മോഷണത്തിന് പിന്നിലെ യഥാർത്ഥ കഥയിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. സ്വാഗതം ഫോക്കസ് ന്യൂസ് TVയിലേക്ക്. സംഭവം കൃത്യമായി പറഞ്ഞാൽ സമയം 2021 ഡിസംബർ 16 രാവിലെ വെല്ലൂർ നഗരത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച കൽപ്പാടി റോഡ് പതിവ് പോലെ ഉണരുകയായിരുന്നു. പ്രശസ്തമായ ജോസ് ആലുക്കാസ് ജ്വല്ലറി തുറക്കാനായി എത്തിയ ജീവനക്കാർ ഷട്ടർ ഉയർത്തി അകത്തു കയറിയതും കണ്ടത് തങ്ങളെ കെട്ടിയിട്ടതുപോലെയുള്ള ആ ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. ജ്വല്ലറിയിലെ പ്രധാന ഷെൽഫുകളും വൻ സുരക്ഷയുള്ള സ്ട്രോങ് റൂമും ഉൾപ്പെടെയുള്ള സർവ്വതും കാലിയാക്കപ്പെട്ടിരിക്കുന്നു. കാട്ടുതീ പോലെയാണ് ആ വാർത്ത വെല്ലൂർ നഗരത്തിലുടനീളം പടർന്നു പിടിച്ചത്. വിവരമറിഞ്ഞ നിമിഷങ്ങൾക്കകം വെല്ലൂർ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്കെത്തി. പരിശോധന നടത്തിയ അന്വേഷണ സംഘം പൂർണ്ണമായും അമ്പരന്ന് ഞെട്ടിത്തെറിച്ചുപോയി. യാതൊരുവിധ തെളിവുകളും അവിടെ അവശേഷിച്ചിരുന്നില്ല. നഗരത്തിലെ 200ഓളം വരുന്ന CCTV ക്യാമറകൾ ഉടനടി പരിശോധിക്കാനായി 8ഓളം പ്രത്യേക അന്വേഷണ സംഘങ്ങളെ പോലീസ് നിയോഗിക്കുകയും ചെയ്തു. കാരണം നമുക്കറിയാലോ, പ്രമുഖരായ പ്രശസ്തരായ ജ്വല്ലറി ഗ്രൂപ്പിൻ്റെതാണ് ആ ജ്വല്ലറി എന്നത് നമ്മുടെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം കൂടിയാണ്. ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഒരു CCTV ദൃശ്യത്തിൽ വലിയൊരു ബാഗുമായി തികച്ചും സംശയാസ്പദമായ സാഹചര്യത്തിൽ നടന്നു പോകുന്ന ഒരു യുവാവിനെ പോലീസ് കണ്ടെത്തി. എന്നാൽ അവൻ്റെ മുഖമൊന്നും വ്യക്തവുമായിരുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരെയും നാടിനെയും മുഴുവൻ വിറപ്പിച്ച ആ വില്ലൻ്റെ പേര് ടിക്കാറാം എന്നായിരുന്നു. വെല്ലൂരിലെ കുച്ചിപ്പാളയം എന്ന തീർത്തും ദരിദ്രമായ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള 22 വയസ്സുകാരൻ. 10ാം ക്ലാസ് പരീക്ഷയിൽ തോറ്റതിനു ശേഷം സാധാരണ മേസ്തിരി പണിക്ക് പോയിക്കൊണ്ടിരുന്ന അവൻ മുമ്പ് കേവലം ഒരു ഇരുചക്രവാഹന മോഷണ കേസിലും ലാപ്ടോപ്പ് കവർച്ച കേസിലും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. എന്നാൽ ആ പരാജയങ്ങളിൽ നിന്നും ജയിൽവാസത്തിൽ നിന്നും ടിക്കാറാം വളരെ വലിയൊരു തീരുമാനമെടുത്തു. ഇനി ജീവിതത്തിൽ ചെറിയ മോഷണങ്ങൾക്ക് താനില്ല, ഒരൊറ്റ മോഷണം, അതുകൊണ്ട് കോടീശ്വരനാകണം. അതിലുപരി പോലീസിൻ്റെ കൈകളിൽ ഒരിക്കലും പിടിയിലാകാനും പാടില്ല. ആ സമയത്താണ് തമിഴ്നാട്ടിലെ പ്രശസ്തമായ ലളിത ജ്വല്ലറിയിൽ നടന്ന വൻ മോഷണം അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പത്രവാർത്തകളിൽ നിന്നും TV റിപ്പോർട്ടുകളിൽ നിന്നും YouTube വീഡിയോകളിൽ നിന്നും അവൻ ആ കവർച്ചയെക്കുറിച്ച് വിശദമായി പഠിക്കാൻ തുടങ്ങി. കുറ്റവാളികൾക്ക് എവിടെയാണ് പിഴയ്ക്കുന്നതെന്നും അവർ എങ്ങനെയാണ് പോലീസിൻ്റെ പിടിയിലാകുന്നതെന്നും അവൻ കൃത്യമായി ആഴത്തിൽ പഠിച്ചു. പ്രധാന വില്ലൻ കൂടെയുള്ള കൂട്ടാളികളും കൈവശമുള്ള മൊബൈൽ ഫോണുകളുമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്താലോ കൂടെയുള്ളവർ പിടിക്കപ്പെടുകയോ ഒറ്റ കൊടുക്കുകയൊക്കെ ചെയ്താൽ മുഴുവൻ പദ്ധതിയും പാളുമെന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്തു. അതിനാൽ മോഷണം നടത്തുന്നതിന് 3 ദിവസം മുമ്പ് തന്നെ അവൻ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പൂർണ്ണമായി നിർത്തിവെച്ചു. കൂടെ ആരെയും കൂട്ടാതെ തനിയെ മോഷണം നടത്താനും അവൻ തീരുമാനിച്ചു. തൻ്റെ പ്രധാന ലക്ഷ്യമായി അവൻ തിരഞ്ഞെടുത്തത് വെല്ലൂരിലെ ജോസ് ആലുക്കാസ് ജ്വല്ലറി ആയിരുന്നു. കൃത്യം 6 മാസം മുമ്പ് തന്നെ അവൻ ഇതിനായുള്ള വൻ ആസൂത്രണം ആരംഭിക്കുകയും ചെയ്തു. ഒരു സാധാരണ വ്യാജ കസ്റ്റമറായി അവൻ പലതവണ ജ്വല്ലറിക്കുള്ളിൽ കയറിയിറങ്ങി. അവിടെയാകെ എത്ര CCTV ക്യാമറകളുണ്ട്, അവിടെ എവിടെയൊക്കെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്, പ്രധാന വാതിലുകൾ എവിടെയൊക്കെയാണ്, പുറത്തുനിന്ന് ഏത് ചുമര് തുറന്നാൽ അകത്ത് കടക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവനൊരു പ്ലാനറുടെ കൃത്യതയോടെ മനസ്സിലാക്കി വെച്ചു. ഒരു മേസ്തിരി പണിക്കാരനായതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ചുമരുകൾ എളുപ്പത്തിൽ എങ്ങനെ തകർക്കാമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. ബാക്കി അറിവുകൾക്ക് അവൻ ആശ്രയിച്ചത് യൂട്യൂബിനെയായിരുന്നു. ഗ്യാസ് കട്ടറുകൾ എങ്ങനെ ശബ്ദമില്ലാതെ ഉപയോഗിക്കാം, CCTV ക്യാമറകൾ എങ്ങനെ തകരാറിലാക്കാം, ശബ്ദമുണ്ടാക്കാതെ ചുമരുകൾ എങ്ങനെ തുരന്നെടുക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവൻ വീഡിയോകൾ കണ്ട് നിസ്സംശയം എല്ലാം പഠിച്ചു വെച്ചു. വൻകിട ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ചുമര് തുരക്കുന്നതാണ് സുരക്ഷിതമെന്ന് അവൻ തീരുമാനിക്കുകയും ചെയ്തു. തീരെ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള തനിക്ക് അകത്ത് കിടക്കാൻ വെറും 1 അടി മാത്രം വിസ്തീർണമുള്ള ചെറിയൊരു ദൂരം മതിയെന്ന് അവൻ കണക്ക് കൂട്ടി. അങ്ങനെ മോഷണത്തിന് കൃത്യം 10 ദിവസം മുമ്പ് അവൻ ആ ജോലി ആരംഭിച്ചു. ജ്വല്ലറിയുടെ പിൻവശത്ത് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന ഭാഗത്തെ ചുമരിൽ ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചവൻ ദിവസങ്ങളോളം ചെറുതായിട്ട് തുറന്നു തുടങ്ങി. ഇത്രയും വലിയൊരു സ്ഥാപനത്തിൻ്റെ ചുമര് 10 ദിവസം തുറന്നിട്ടും സുരക്ഷാ ജീവനക്കാരോ നാട്ടുകാരോ ഇത് അല്പം പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വിസ്മയമായ കാര്യം. ഒടുവിൽ അവൻ കാത്തിരുന്ന ആ നിർണായകമായ ദിവസമെത്തി.
2021 ഡിസംബർ 15 അർദ്ധരാത്രി. ജ്വല്ലറി പൂട്ടി ജീവനക്കാരെല്ലാം മടങ്ങുന്നതിന് ശേഷം രാത്രി കൃത്യം 11 മണിയോടെ ടിക്കാറാം താൻ ഉണ്ടാക്കിയ ആ ഒരടി ദ്വാരത്തിലുള്ള അതിലൂടെ ജ്വല്ലറിക്കുള്ളിലേക്ക് കടന്നു. ഒരു സിംഹത്തിൻ്റെ മുഖം മൂടിയും തലമുടി മറയ്ക്കാനായി വിഗും ജാക്കറ്റും പ്രത്യേക കയ്യുറകളും സോക്സും ധരിച്ചാണ് അവൻ അവിടെ എത്തിയത്. പൂർണ്ണമായും ആളെ തിരിച്ചറിയാൻ കഴിയാതെ അമ്പരപ്പിക്കുന്ന രൂപം. അകത്ത് കടന്ന അവൻ ഒരു പൂച്ചയെ പോലെ കുറച്ചു നേരം ചുറ്റുപാടും നിരീക്ഷിച്ചു. തുടർന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് ജ്വല്ലറിയിലെ 12ഓളം വരുന്ന CCTV ക്യാമറകളുടെ ലെൻസുകൾ അവൻ മൊത്തം മറച്ചു വെച്ചു. ക്യാമറകൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കിയ ശേഷം രാത്രി 1 മണിയോടെ അവൻ തൻ്റെ പ്രധാന കവർച്ചയിലേക്ക് കടന്നു. പുലർച്ചെ 4 മണി വരെ ആ മോഷണം നീണ്ടു നിന്നു. വില കൂടിയ സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളുമൊക്കെ അങ്ങനെയെല്ലാം ഉൾപ്പെടെ ഏകദേശം 15.9 കിലോ വരുന്ന കോടികളുടെ ആഭരണങ്ങൾ അവൻ തൻ്റെ ബാഗിലാക്കി. 4 മണി കഴിഞ്ഞതോടെ വന്ന വഴിയിലൂടെ തന്നെ അവൻ കൃത്യമായി പുറത്തു കടന്നു. പുറത്തെത്തിയ ഉടൻ അവൻ മുഖംമൂടിയും ജാക്കറ്റും അവിടെ തന്നെ ഉപേക്ഷിച്ചു. 16 കിലോയോളം ഭാരമുള്ള ആ വലിയ ബാഗ് തൊട്ടടുത്തുള്ള ഒരു പെയിൻറ് കടയ്ക്ക് മുന്നിൽ തികച്ചും സാധാരണമായി വെച്ച ശേഷം അടുത്തുള്ള ഒരു തട്ടുകടയിൽ പോയി യാതൊരു പരിഭ്രാന്തിയും കൂടാതെ സമാധാനമായ ഒരു ചായ കുടിച്ചു. പിന്നീട് ആ ബാഗും എടുത്ത് അവൻ വെല്ലൂരിലെ ഒരു പഴയ ബസ് സ്റ്റാൻഡിലെത്തി. പേടിയോ ഉത്കണ്ഠയോ അവനെ ഭയപ്പെടുത്തിലാക്കുന്നില്ലായിരുന്നു. അതായത് ഭയപ്പെടുത്തുന്നേ ഉണ്ടായിരുന്നില്ല. സ്വന്തം ഗ്രാമമായ കുച്ചിപ്പാളയത്തിലേക്ക് പോയാൽ പോലീസ് പിടികൂടുമെന്ന ഭയത്താൽ സമീപത്തുള്ള ഉടുക്കത്തൂർ എന്ന ചെറിയ ഗ്രാമത്തിലേക്കുള്ള ബസ്സിലാണ് അവൻ കയറിയത്. രാവിലെ 5:30-ക്കും 6 മണിക്കുമിടയിൽ അവൻ അവിടെ എത്തിച്ചേർന്നു. ഉടുക്കത്തൂരിലെത്തിയ അവൻ അവിടുത്തെ ഗ്രാമവാസികളോട് അവിടുത്തെ ചുടുകാട് എവിടെയാണെന്ന് കൃത്യമായി അന്വേഷിച്ചു. താനൊരു കടുത്ത ശിവഭക്തനാണെന്നും ഭസ്മം തേക്കാനായി ചുടുകാട്ടിലെ പ്രത്യേക ഭസ്മവും തലയോട്ടിയും ആവശ്യമുണ്ടെന്നും പറഞ്ഞ് അവൻ നാട്ടുകാരെ പൂർണ്ണമായി വിശ്വസിപ്പിച്ചു. തുടർന്ന് 17-ന്, അതായത് ഡിസംബർ 17-ന് അവൻ ആ ഗ്രാമത്തിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസവും തുടങ്ങി. എന്നാൽ രാത്രിയിലും അതിരാവിലെയും അവൻ സ്ഥിരമായി ചുടുകാട്ടിലേക്ക് പോകുന്നത് ഗ്രാമവാസികൾ ഒരു വലിയ പേടിയും അതുപോലെ സംശയവും ഉണ്ടാക്കി. അവർ ഉടനടി അടുത്തുള്ള വേപ്പൻകുപ്പം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി ടിക്കാറാമിനെ പിടികൂടി ചോദ്യം ചെയ്തെങ്കിലും ഒരു മാനസിക രോഗിയെ പോലെയാണ് അവൻ പോലീസിനോട് സംസാരിച്ചത്. വലിയൊരു ജ്വല്ലറി കവർച്ചയുമായി ഈ പാവം ചെറുപ്പക്കാരന് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പോലീസിന് 1% പോലും സംശയം തോന്നിയില്ല. എന്നാൽ ആ സമയത്ത് അവൻ്റെ കഴുത്തിൽ തിളങ്ങുന്നൊരു രുദ്രാക്ഷമാലയും കയ്യിലൊരു കാപ്പും ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അടുത്തുള്ള ഒരു അമ്പലത്തിൽ നിന്ന് ലഭിച്ചതാണെന്ന് അവൻ മറുപടി നൽകി. അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന് കരുതി പോലീസ് അവനെ വിട്ടയച്ചെങ്കിലും ജാഗ്രതയുടെ ഭാഗമായി അവൻ്റെ ഒരു ഫോട്ടോ മൊബൈലിൽ എടുത്തു വെച്ചിരുന്നു. കവർച്ച അന്വേഷിച്ചിരുന്ന വെല്ലൂർ SP ഓഫീസിലേക്ക് വേപ്പൻകുപ്പം പോലീസ് ഈ ഫോട്ടോ അയച്ചു കൊടുത്തു. ഇവിടെയായിരുന്നു ഈ ത്രില്ലർ കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് തന്നെ സംഭവിക്കുന്നത്. ആ ഫോട്ടോ കണ്ട ജോസ് ആലുക്കാസിലെ ജീവനക്കാർ ടിക്കാറാമിൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന ആ സ്വർണ്ണമാല, അതായത് സ്വർണ്ണ രുദ്രാക്ഷമാല ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു. അവരുടെ കടയിൽ വളരെ നാളുകളായി വിറ്റുപോകാതെ കിടന്നിരുന്ന പ്രത്യേക ഡിസൈനുള്ള അപൂർവമായ ഒന്നായിരുന്നു ആ മാല. സത്യം മനസ്സിലാക്കിയ പോലീസ് നിമിഷങ്ങൾക്കകം ടിക്കാറാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. 8ഓളം DSPമാർ മാറി മാറി ചോദ്യം ചെയ്തിട്ടും താനല്ല മോഷണം നടത്തിയെന്ന് പറഞ്ഞ് അവൻ പോലീസിനെ അതിവിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ തെളിവുകൾ നിരത്തിയപ്പോൾ മോഷണം നടത്തിയ താനാണെന്ന് അവൻ സമ്മതിച്ചെങ്കിലും സ്വർണം തൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയെന്ന് അവൻ കള്ളവും പറഞ്ഞു. എന്നാൽ ചുടുകാട്ടിലെ അവൻ്റെ അലഞ്ഞുതിരയലിൽ സംശയം തോന്നിയ പോലീസ് സംഘം അവിടെ വിശദമായി പരിശോധന നടത്തി. ഒടുവിൽ ചുടുകാട്ടിൽ 3 ഇടങ്ങളിലായി കുഴിച്ചിട്ട നിലയിൽ ആ ബാഗ് പോലീസ് കണ്ടെടുത്തു. 15.9 കിലോ സ്വർണവും വജ്രാഭരണങ്ങളും സുരക്ഷിതമായി പോലീസിന് തിരിച്ചു പിടിച്ചു. വെറും 22 വയസ്സ് മാത്രമുള്ള 10ാം ക്ലാസ് തോറ്റ ഒരു സാധാരണ ഗ്രാമീണ യുവാവ് യൂട്യൂബ് നോക്കി പഠിച്ചു നടത്തിയ ഈ മഹാകവർച്ച തെളിയിക്കാൻ 200-ലധികം പോലീസുകാർക്ക് രാവും പകലും 5 ദിവസത്തോളം കഠിനമായി പ്രയത്നിക്കേണ്ടി വന്നു. താൻ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിൽ 100% ആത്മവിശ്വാസമുണ്ടായിരുന്ന ടിക്കാറാമിന് പക്ഷേ സ്വന്തം അത്യാഗ്രഹത്തിന് മുന്നിൽ പിഴയ്ക്കുകയായിരുന്നു. മാസങ്ങളോളം ആസൂത്രണം ചെയ്ത് CCTVയും വിരലടയാളവും ഫോൺ സിഗ്നലും വരെ മറച്ചു വെച്ച ആ മഹാകുറ്റവാളിയെ ഒടുവിൽ പോലീസ് മുന്നിൽ വലിച്ചിഴച്ചിട്ടത് അവൻ മോഷ്ടിച്ച് കരുത്തിലിട്ട ആ ഒരൊറ്റ സ്വർണ്ണ രുദ്രാക്ഷമാലയായിരുന്നു. കുറ്റവാളികൾ എത്രയൊക്കെ സൂക്ഷ്മമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് തെളിവുകൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അവർ വരുത്തി വയ്ക്കുന്ന ചെറിയ പിഴവിലൂടെ സത്യം എന്തെങ്കിലും ഒരിക്കൽ വെളിച്ചത്ത് വരിക തന്നെ ചെയ്യുമെന്ന വലിയ പാഠമാണ് ഈ സംഭവം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്.